തിയേറ്റർ ഓഫ് ഡ്രീംസ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ അക്കാദമി എപ്പോഴും ലോകോത്തര പ്രതിഭകളെയാണ് ഫുട്ബോൾ ലോകത്തിന് സമ്മാനിച്ചിട്ടുള്ളത്. ബെസ്റ്റ്, ചാൾട്ടൺ, ബെക്കാം, പോഗ്ബ, ഗ്രീൻവുഡ്, റാഷ്ഫോർഡ്, അങ്ങനെ നീളും പട്ടിക. ഗ്രീൻവുഡിന്റെ പുറത്താക്കലിന് ശേഷം യുണൈറ്റഡ് ആരാധകരുടെ ഉള്ളിൽ ഒരു ചോദ്യം ഉയർന്നു നിന്നിരുന്നു. ആ ഇടതുകാലിലെ മാജിക് ഇനി നമ്മൾ എപ്പോഴാണ് കാണുക? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇപ്പോൾ കാരറിംഗ്ടണിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത്. പേര് ഷേ ലാസി. 2007 ഏപ്രിൽ 14 ലിവർപൂളിലാണ് ഷേ ലാസി ജനിക്കുന്നത്. രസകരമായ കാര്യം, ഇയാളുടെ കുടുംബം കടുത്ത ലിവർപൂൾ FC ആരാധകരായിരുന്നു എന്നതാണ്. അദ്ദേഹത്തിന്റെ സഹോദരന്മാർ മറ്റ് ക്ലബ്ബ് അക്കാദമികളിലാണ് കളിച്ചിരുന്നത്. എന്നാൽ ലാസിയിലെ പ്രതിഭയെ ആദ്യം തിരിച്ചറിഞ്ഞത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ സ്കൗട്ടുകളാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ യുണൈറ്റഡ് അക്കാദമിയിലെത്തിയ ലാസി പ്രായപരിധികളെല്ലാം കാറ്റിൽ പറത്തിയാണ് വളർന്നു വന്നത്. അണ്ടർ 12 ടീമിൽ കളിക്കേണ്ട പ്രായത്തിൽ അണ്ടർ 15-ലും അണ്ടർ 16-ൽ കളിക്കേണ്ട സമയത്ത് അണ്ടർ 18-ലും ലാസി പന്ത് തട്ടി. 2022-2023 സീസണിൽ കേവലം 15-ാം വയസ്സിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ അണ്ടർ 18 ടീമിനായി അരങ്ങേറ്റം കുറിച്ച ലാസി 9 മിനിറ്റിനുള്ളിൽ തന്നെ ഒരു അസിസ്റ്റ് നേടി താൻ എന്തിനും പോന്നവനാണെന്ന് തെളിയിക്കുകയും ചെയ്തു. ലാസി പ്രധാനമായും റൈറ്റ് വിങ്ങറായാണ് കളിക്കുന്നത്. വലത് വിങ്ങിൽ നിന്ന് പന്തുമായി വെട്ടിത്തിരിഞ്ഞ് ബോക്സിലേക്ക് കയറുവാനും ഇടതുകാൽ കൊണ്ട് ഷോട്ട് ഉതിർക്കാനും മിടുക്കൻ. പന്ത് കാലിൽ കിട്ടിയ ലാസിയെ തടയുക എന്നത് അത്ര എളുപ്പമല്ല. ശരീരം വശങ്ങളിലേക്ക് ചെരിഞ്ഞ് എതിരാളികളെ മറികടക്കുന്ന രീതി ലയണൽ മെസ്സിയെ ഓർമ്മിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് അക്കാദമിയിൽ അയാളെ ലിവർപൂൾ മെസ്സി എന്ന് ആരാധകർ സ്നേഹപൂർവ്വം വിളിച്ചിരുന്നത്. ഫ്രീ കിക്ക്, കോർണർ എന്നിവ എടുക്കുന്നതിൽ ലാസിക്ക് അപാരമായ കൃത്യതയുണ്ട്. പന്തിന് നൽകുന്ന സ്വിങ്ങും കർവും എടുത്തു പറയേണ്ടതാണ്. സ്വാർത്ഥനായ ഒരു സ്കോറർ മാത്രമല്ല ലാസി. ബോക്സിനുള്ളിലേക്ക് ഡിഫൻഡർമാരുടെ തലയ്ക്ക് മുകളിലൂടെ നൽകുന്ന തകർപ്പൻ ചിപ്പ് പാസുകളും ലാസിയുടെ മാസ്റ്റർ പീസാണ്. മുൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരം മേസൺ ഗ്രീൻവുഡിനെ പോലെ തന്നെ പെനാൽറ്റി ബോക്സിന് പുറത്തുനിന്ന് വളരെ കുറഞ്ഞ ബാക്ക് സ്വിംഗ് ഉപയോഗിച്ച് ശക്തമായ ഷോട്ടുകൾ ഉതിർക്കാൻ ലാസിക്ക് കഴിയും. ഡിഫൻഡർമാർ പ്രതീക്ഷിക്കുന്നതിന് മുൻപ് തന്നെ പന്ത് വലയിലേക്ക് എത്തും. ഗ്രീൻവുഡ് കൂടുതൽ ബോക്സ് ടു ബോക്സ് സ്കോററും ഇരു കാലുകൾ കൊണ്ടും ഒരുപോലെ അടിക്കാൻ കഴിയുന്നവനുമായിരുന്നു. എന്നാൽ ലാസി കൂടുതൽ ക്രിയേറ്റീവാണ്. ഒരു പ്ലേ മേക്കറുടെ വിഷനും വിങ്ങറുടെ വേഗതയും കൂടിച്ചേർന്ന താരം. പ്രതിഭയുണ്ടെങ്കിലും ഷേ ലാസിക്ക് മുന്നിലെ പാത അത്ര എളുപ്പമല്ല. പ്രീമിയർ ലീഗിന്റെ കഠിനമായ ശാരീരിക ക്ഷമത നിലവാരത്തിലേക്ക് ലാസി ഇനിയും ഉയരേണ്ടതുണ്ട്. കഴിഞ്ഞ സീസണിൽ ലാസിയെ കുറച്ചുകാലം കളിക്കളത്തിന് പുറത്തു നിർത്തിയത് പരിക്കുകളായിരുന്നു. ഒരു യുവതാരത്തിന്റെ വളർച്ചയിൽ പരിക്കുകൾ വരാതെ നോക്കുക എന്നത് ക്ലബിന്റെ പ്രധാന ഉത്തരവാദിത്തമാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മാനേജ്മെന്റ് വളരെ ശ്രദ്ധയോടു കൂടി തന്നെയാണ് ലാസിയെ കൈകാര്യം ചെയ്യുന്നത്. പെട്ടെന്നൊരു രാത്രി കൊണ്ട് സീനിയർ ടീമിലിട്ട് സമ്മർദ്ദത്തിലാക്കാതെ ഘട്ടം ഘട്ടമായി ഫസ്റ്റ് ടീമിലേക്ക് കൊണ്ടുവരാനാണ് ക്ലബിന്റെ പദ്ധതി. എന്തായാലും ഒന്നുറപ്പാണ്, മേസൺ ഗ്രീൻവുഡ് ഉണ്ടാക്കിപ്പോയ ആ വലിയ ശൂന്യത നികത്താൻ ഷേ ലാസിക്ക് ഉറപ്പായും സാധിക്കും.